രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഹംഗറിയുടെ തീവ്ര വലതുപക്ഷ ഫാസിസ്റ്റ് പാർട്ടിയായിരുന്ന കത്തോലിക്ക സഭാ വിശ്വാസികളായിരുന്ന ആരോ ക്രോസ് പാർട്ടിയും ജർമ്മൻ നാസികളും ചേർന്ന് ആയിരക്കണക്കിന് ജൂതന്മാരെയും റൊമാനികളെയും കൊന്നുതള്ളിയ ഒരിടമാണ് ഈ നദിക്കര. ഇരകളെ നദിക്കരയിൽ നിരത്തി നിർത്തിക്കൊണ്ട് അവരുടെ പാദരക്ഷകൾ ഊരിമാറ്റാൻ ഉത്തരവിടുന്നു. ശേഷം അവർക്ക് നേരെ നിറയൊഴിക്കുന്നു. 5-6 വയസ്സുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പാദരക്ഷകൾ അവിടെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്ന വിങ്ങൽ വിവരിക്കാൻ കഴിയില്ല. ബൂഡാപെസ്റ്റിലെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ദിവസമാണ് ഇന്ന്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങി നടന്ന് ട്രാം സ്റ്റോപ്പിലെത്തി. നേരെ പോകാൻ പദ്ധതിയിട്ടത് ഹീറോസ് ചത്തുരത്തിലേക്കാണ്. അവിടെ മില്ലേനിയം സ്മാരകവും പരിസരവും കാണണം. വഴിയിൽ ഒരു സ്റ്റോപ്പിലെത്തിയപ്പോൾ ഇടതുവശത്ത് വളരെ പ്രൗഢിയുള്ള ഒരു മന്ദിരം കാണും. അത് എന്താണെന്നറിയണം. ആ സ്റ്റോപ്പിലിറങ്ങി റോഡ് മുറിച്ചു കിടന്ന് അവിടെ എത്തി. ഹംഗേറിയൻ സ്റ്റേറ്റ് ഓപ്പറ ഹൗസാണ്. 1884 പ്രവർത്തനം ആരംഭിച്ച ലോകോത്തര നിലവാരത്തിലുള്ള ഈ ഓപ്പറ ഹൗസ് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. രാജകൊട്ടാരങ്ങളെ വെല്ലുന്ന രീതിയിലുള്ള പ്രൗഢഗംഭീരമായ നിർമ്മിതി കൂടാതെ ഓപ്പറ, ബാലെ എന്നീ കലാരൂപങ്ങൾ അവതരിപ്പിക്കാൻ അനുയോജ്യമായ രീതിയിലുള്ള ശബ്ദ ക്രമീകരണ സംവിധാനത്തിലാണ് 1200 പേർക്കിരിക്കാവുന്ന ഇതിൻ്റെ ഹാൾ നിർമ്മിച്ചിരിക്കുന്നത്. മൈക്കുകളോ സ്പീക്കറുകളോ ഇതിനുള്ളിൽ ആവശ്യമില്ല. ഓസ്ട്രിയൻ ചക്രവർത്തിയായിരുന്ന ഫ്രാൻസ് ജോസഫ് ഒന്നാമൻ ഈ ഓപ്പറ ഹൗസ് ഉദ്ഘാടനത്തിന് സന്നിഹിതനായിരുന്നു. സന്ദർശകർക്ക് ഇതിനുള്ളിൽ ഗൈഡുകളുടെ സഹായത്തോടെ സന്ദർശനം നടത്താം. മാർബിൾ പടവുകൾ, സ്വർണ്ണ നിറത്തിലുള്ള പാളികൾ കൊണ്ട് അലങ്കരിച്ച ഗോവണികളും ചുവരുകളും, അതിഗംഭീരമായ തൂക്കുവിളക്കുകൾ, കൊത്തുപണികളും ചിത്രരചനകളോടും കൂടിയ മേൽത്തട്ട് എന്നിവ നേരിട്ട് കണ്ട് ആസ്വദിക്കേണ്ടത് തന്നെയാണ്. മുകൾ തട്ടിലെ മനോഹര ചിത്രങ്ങൾ കണ്ടപ്പോൾ ഞാൻ മുൻപ് സന്ദർശിച്ച വത്തിക്കാൻ മ്യൂസിയത്തിലെ മൈക്കൽ ആഞ്ചലോയുടെ ക്ലാസിക് ചിത്രരചനകൾ ഓർമ്മ വന്നു. ഏതൊരു ഭാഗത്തും ആഡംബരവും പ്രൗഢിയും നിറങ്ങി നിൽക്കുന്ന ഒരു നിർമ്മിതിയാണ് ഹംഗേറിയൻ സ്റ്റേറ്റ് ഓപ്പറ ഹൗസ്. ഏതാനും ഭാഗങ്ങൾ ക്യാമറയിൽ പകർത്തി ഞങ്ങൾ പുറത്തേക്ക് നടന്നു. സമഗ്രമായ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിക്കഴിഞ്ഞതിന് ശേഷം 2022 ഇത് വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. റോഡ് മുറിച്ചു കിടന്ന് ബസ് സ്റ്റോപ്പിലെത്തി. അടുത്ത ബസ്സിൽ കയറി ഹീറോസ് ചത്തുരത്തിൻ്റെ ഭാഗത്ത് ഇറങ്ങി. മില്ലേനിയം സ്മാരകത്തിലേക്ക് നടക്കുമ്പോൾ ഇടതുവശത്ത് ഇക്കാണുന്നത് മ്യൂസിയം ഓഫ് ഫൈൻ ആർട്സ്. അതിൻ്റെ പ്രവേശന കവാടത്തിൽ ദേവന്മാരുടെയും രാക്ഷസന്മാരുടെയും സാമ്രാജ്യം എന്നർത്ഥം വരുന്ന കിങ്ഡം ഓഫ് ഗോഡ്സ് ആൻഡ് ഡെമൺസ് എന്ന ഒരു കൂറ്റൻ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. 3000 വർഷങ്ങൾക്ക് മുമ്പുള്ള മെസോപ്പൊട്ടോമിയൻ വിശ്വാസങ്ങളെക്കുറിച്ചുള്ള ഒരു എക്സിബിഷൻ അവിടെ നടക്കുന്നുണ്ട്. അതിനകത്ത് കയറണമെന്നും എക്സിബിഷൻ കാണണമെന്നും അതിയായ ആഗ്രഹമുണ്ട്. ഒരു ദിവസം മുഴുവൻ അതിനായി നീക്കിവെക്കണം. അത് സാധ്യമല്ല. തൊട്ടടുത്ത മില്ലേനിയം സ്മാരകത്തിന് അടുത്തേക്ക് നടന്നു. 896 മാഗ്യ അധിനിവേശം നടത്തി കാർപാത്യൻ താഴ്വരകൾ ഹംഗേറിയൻ സാമ്രാജ്യത്തിൻ്റെ അധികാര പരിധിക്കുള്ളിൽ കൊണ്ടുവന്നതിൻ്റെ 1000 വർഷങ്ങൾ പൂർത്തിയാക്കിയതിൻ്റെ സ്മരണാർത്ഥമാണ് മില്ലേനിയം സ്മാരകം നിർമ്മിച്ചത്. 1896 നിർമ്മാണം ആരംഭിച്ച് 1906 പൂർത്തിയാക്കിയതാണ് ഈ സ്മാരകം. മധ്യത്തിൽ കൊറിന്ത്യൻ ശൈലിയിൽ നിർമ്മിച്ച ഭാഗത്ത് ഹംഗറിയുടെ കാവൽ മാലാഖയായ ഗബ്രിയേൽ ഹംഗറിയുടെ കിരീടവും ഇരട്ട കുരിശുകളുമായി നിൽക്കുന്നുണ്ട്. താഴെ നിരനിരയായി ഹംഗറിയുടെ പ്രധാനപ്പെട്ട ഗോത്ര തലവന്മാരുടെ ശില്പങ്ങൾ കാണാം.
മാഗ്യ ആണ് ഇവിടേക്ക് 9-ാം നൂറ്റാണ്ടിൽ കുടിയേറി വന്ന പ്രധാന ഗോത്രവർഗം. അവിടെ നിന്നും വീണ്ടും മുന്നിലേക്ക് നടന്നു. മുന്നിലായി വൈദഹുനിയാഡ് കോട്ട കാണാം. അവിടേക്കാണ് പോകുന്നത്. ചെറിയൊരു പാലം മുറിച്ചു കിടക്കുമ്പോൾ വലതുവശത്തായി സിറ്റി പാർക്ക് ഐസ് റിങ്ക് കാണാം. 19-ാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ പൊതുജനങ്ങൾ മഞ്ഞുകാലത്ത് ഇവിടെ ഒത്തുകൂടി ഐസ് സ്കേറ്റിംഗ് മുതലായ വിനോദങ്ങളിൽ ഏർപ്പെടാറുണ്ട്. ക്രിസ്മസ് പോലുള്ള നീണ്ട അവധി ദിനങ്ങളിലെ രാത്രികാലങ്ങൾ ഇവിടെ അതിമനോഹരമാണ്. ധാരാളം അലങ്കാരങ്ങളും കരോൾ ഗാനങ്ങളും ഐസ് സ്കേറ്റിങ്ങും മറ്റ് വിനോദങ്ങളും നിറഞ്ഞ അന്തരീക്ഷമായിരിക്കും ഇവിടം. ഇത് വേനൽക്കാലമായതിനാൽ പ്രത്യേകിച്ച് യാതൊരു പരിപാടികളും അവിടെ ഇല്ല. നടന്ന് വൈദഹുനിയാഡ് കോട്ടയ്ക്ക് മുന്നിലെ തടാകക്കരയിലെത്തി. അതിനടുത്തായി വിശാലമായ ഒരു പാർക്കും കാണാം. വളരെ ശാന്തസുന്ദരമായ ഒരു പ്രദേശം. 1896 മില്ലേനിയം ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കോട്ട നിർമ്മിച്ചത്. ഇതിൻ്റെ നിർമ്മാണം തടിയും മറ്റും കൊണ്ട് താൽക്കാലികമായിട്ടായിരുന്നു. എന്നാൽ വർദ്ധിച്ചു വന്ന ജനശ്രദ്ധയും ജനപ്രീതിയും കണക്കിലെടുത്ത് 1908 ഈ കോട്ട കല്ലും കോൺക്രീറ്റും കൊണ്ട് പുനർനിർമ്മാണം നടത്തി. ഞങ്ങൾ കോട്ടയുടെ പ്രധാന കവാടത്തിനരികിലേക്ക് നടക്കുമ്പോൾ അവിടെ പാർക്കിൻ്റെ ഒരു വശത്തായി നമ്മുടെ ഓട്ടോറിക്ഷ കാണുന്നു. അതിൽ 2 സഞ്ചാരികൾ കൗതുകത്തോടെ കയറിയിരിപ്പുണ്ട്. ബുഡാപെസ്റ്റ് ടുക് ടുക് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മുടെ നാട്ടിൽ ഓട്ടോറിക്ഷ സാധാരണക്കാരൻ്റെ വാഹനമാണെങ്കിലും മുച്ചക്ര വാഹനമായ ടുക് ടുക് യാത്ര കുറച്ച് ചിലവേറിയതാണ്. പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഇവ കാണാം. ഞങ്ങൾ കോട്ടയ്ക്കുള്ളിലേക്ക് നടക്കുന്നു. സ്നോ വൈറ്റ് സിൻഡ്രല്ല ചിത്രങ്ങളിൽ കണ്ടിട്ടുള്ള കോട്ടകളുടെ ഓർമ്മ വരുന്നു. ഇടതുവശത്ത് ഒരു തടാകവും അതിൽ കുറച്ച് ബോട്ടുകളും കാണുന്നു. ഗേറ്റിനടുത്തേക്ക് നടക്കുമ്പോൾ കോട്ടയുടെ മാതൃകയ്ക്ക് ഡ്രാക്കുള കോട്ടയുടെ രൂപം വന്നതുപോലെ തോന്നുന്നു. നിലാവിൻ്റെ വെളിച്ചത്തിൽ മാത്രം ഇത് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. കോട്ട വളപ്പിനുള്ളിൽ കടക്കുമ്പോൾ വലതുവശത്ത് വൈദഹുനിയാഡ് കോട്ടയുടെ പ്രധാന ഓഫീസും മറ്റുമാണ്. വിശാലമായ നടപ്പാതയിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ നേരെ മുന്നിൽ കാണുന്നത് ഹംഗേറിയൻ മ്യൂസിയം ഓഫ് അഗ്രികൾച്ചർ. ഇടതുവശത്ത് ചർച്ച് ഓഫ് ജാക്ക് എന്ന പേരിലുള്ള ഒരു ചാപ്പൽ. അതിന് മുന്നിലുള്ള ചെറിയൊരു പൂന്തോട്ടത്തിന് നടുവിൽ ഒരു അജ്ഞാതൻ്റെ പ്രതിമ കാണുന്നുണ്ട്. ആ അജ്ഞാതൻ്റെ അടുത്തിരുന്ന് ഫോട്ടോ എടുക്കാൻ സ്ഥലം ഒഴിച്ചിട്ടിട്ടുണ്ട്. നടപ്പാതയിലൂടെ ഞങ്ങൾ നടന്നു. ഹംഗേറിയൻ മ്യൂസിയം ഓഫ് അഗ്രികൾച്ചർ സ്ഥിതി ചെയ്യുന്നത് അതിമനോഹരമായി ഡിസൈൻ ചെയ്ത ഒരു കെട്ടിടത്തിലാണ്. മ്യൂസിയത്തിനുള്ളിൽ കൃഷി സംബന്ധമായ പ്രദർശനങ്ങളും വിവിധ കൃഷി രീതികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ധാരാളം പുസ്തക ശേഖരങ്ങളും ഉണ്ട്. ധാരാളം ചലച്ചിത്രങ്ങളും TV സീരീസുകളും വൈദഹുനിയാഡ് കോട്ടയുടെ പശ്ചാത്തലത്തിൽ പിറവിയെടുത്തിട്ടുണ്ട്. 2019 പുറത്തിറങ്ങിയ വിൽ സ്മിത്തിൻ്റെ ജെമിനി മാൻ, ആ വർഷം തന്നെ പുറത്തിറങ്ങിയ നെറ്റ്ഫ്ലിക്സ് ഫാൻറ്റസി സീരീസായ ദി വിച്ചർ എന്നിവ ഈ കോട്ടയുടെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ചവയാണ്. 2013-14 പുറത്തിറങ്ങിയ ദി ഡ്രാക്കുള എന്ന NBC സീരീസിൽ വൈദഹുനിയാഡ് കോട്ടയെ ഡ്രാക്കുളയുടെ കോട്ടയായി ചിത്രീകരിച്ചിട്ടുണ്ട്. വൈദഹുനിയാഡ് കോട്ടയ്ക്കുള്ളിലെ നിർമ്മിതികൾ വിവിധ ശൈലികളിലുള്ളവയാണ്. റോമനസ്ക്, ഗോഥിക്, റിനൈസൻസ്, ബറോക്ക് എന്നീ വ്യത്യസ്ത ശൈലികളിലെ നിർമ്മിതികൾ നമുക്കിവിടെ കാണാം. വീണ്ടും നടന്ന് ചർച്ച് ഓഫ് ജാക്ക് ചാപ്പലിന് അടുത്തെത്തി. അന്ന് വൈകുന്നേരം ചാപ്പലിനുള്ളിൽ ഒരു ക്ലാസിക്കൽ കൺസേർട്ട് നടക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. വാതിൽക്കൽ നിൽക്കുന്ന ആൾ അകത്തേക്ക് സന്ദർശകരെ കടത്തിവിടുന്നില്ല. വെറും 30 സെക്കൻഡ് മതി എന്ന് അനുവാദം വാങ്ങി അകത്ത് കയറി ഒന്ന് ഓടിച്ചു ദൃശ്യം പകർത്തി പുറത്തിറങ്ങി. പുറത്ത് ഇഗ്നാക് ആൽപ്പർ എന്ന ആർക്കിടെക്റ്റിൻ്റെ ശില്പം കാണാം. അദ്ദേഹമാണ് കോട്ടയ്ക്ക് മുന്നിലെ പാർക്ക് ഡിസൈൻ ചെയ്തത്.
വീണ്ടും ഹീറോസ് ചത്തുരത്തിലെത്തി. ബസ് സ്റ്റോപ്പ് കണ്ടുപിടിച്ചു. ബസ്സിൽ കയറി നഗര മധ്യത്തിലേക്ക് തിരിച്ചു. ഡീക്ക് ഫെറൻസ് ചത്തുരത്തിൽ ബസ് ഇറങ്ങി. ഗൂഗിൾ മാപ്പിൽ നോക്കി റോഡ് മുറിച്ചു കടന്ന് ഡോഹനി സ്ട്രീറ്റ് സിനഗോഗ് സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് നടന്നു. യൂറോപ്പിലെ ഏറ്റവും വലിയ ജൂതപ്പള്ളിയാണ് ഡോഹനി സിനഗോഗ്. ലോകത്തിലെ രണ്ടാമത്തെ വലിയ ജൂതന്മാരുടെ പള്ളി. 3000-ഓളം പേർക്ക് ഒരു സമയം ഇവിടെ പ്രാർത്ഥിക്കുവാനുള്ള സൗകര്യമുണ്ട്. ഹംഗേറിയൻ സാമ്രാജ്യത്തിൽ ജൂതമതം പ്രചാരത്തിൽ ആവുന്നതിന് ഈ പള്ളി നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. 1859 ഈ സിനഗോഗിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്. ഈ സിനഗോഗിന്റെ ഒരു പ്രധാന പ്രത്യേകത ഇവിടുള്ള 5000 പൈപ്പുകളുള്ള ഒരു ചർച്ച് ഓർഗനാണ്. ജൂതന്മാരുടെ സിനഗോഗുകളിൽ ചർച്ച് ഓർഗൻ സാധാരണ കാണാറില്ല. അതിന് കാരണം ജൂതന്മാരുടെ വിശ്വാസപ്രകാരം സംഗീത ഉപകരണങ്ങൾ ആരാധനാലയങ്ങളിൽ ഉപയോഗിക്കുന്നത് നിഷിദ്ധമാണ്. ചർച്ച് ഓർഗൻ പോലുള്ള സംഗീത ഉപകരണങ്ങൾ ക്രിസ്ത്യൻ ദേവാലയങ്ങളുടെ ഭാഗമാണെന്നതും ഒരു കാരണമാണ്. എന്നാൽ ഹംഗറി പോലുള്ള ഒരു മധ്യ യൂറോപ്യൻ രാജ്യത്ത് ആ നാടിൻ്റെ സംസ്കാരവും പശ്ചാത്തലവും കൂടി ഒരുമിച്ച് കൊണ്ടുപോവുക എന്ന ഒരു കാഴ്ചപ്പാടായിരിക്കാം ഈ സിനഗോഗിൽ ഇത്തരത്തിലുള്ള ഒരു പൈപ്പ് ഓർഗൻ സ്ഥാപിക്കാൻ കാരണം. 1859 ഫ്രെഡറിക് ലാഡഗസ്റ്റ് എന്ന സംഗീതോപകരണ വിദഗ്ധനാണ് 5000 പൈപ്പുകളുള്ള ഈ ചർച്ച് ഓർഗൻ നിർമ്മിച്ചത്. കൊത്തുപണികളാൽ അലങ്കൃതമായ ഉൾഭാഗവും നിരവധി അലങ്കാര വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചതുമായ സിനഗോഗിന്റെ ഉൾഭാഗം അതിമനോഹരമാണ്. സിനഗോഗിന്റെ പുറത്ത് ഒരു ഭാഗത്തായി സോൾ പ്ലേറ എന്ന അർത്ഥം വരുന്ന വീപ്പിംഗ് വില്ലോ, അതായത് ഏങ്ങിക്കരയുന്ന വില്ലോ മരത്തിന്റെ മാതൃകയിൽ ഒരു നിർമ്മാണം കാണാം. യൂറോപ്പിലെമ്പാടും ജൂതജനങ്ങൾ നേരിട്ട കൊടിയ പീഡനങ്ങളെ പ്രതിനിധീകരിക്കുന്നതാവണം ആ നിർമ്മിതി. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മനിയുടെ റേഡിയോ നിയന്ത്രണ കേന്ദ്രമായിരുന്നു ഈ സിനഗോഗ്. സാരമായ കേടുപാടുകൾ അന്ന് സംഭവിച്ച സിനഗോഗിൽ 1990 മുതൽക്ക് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നു. ഞങ്ങൾ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങി. ബസ്സിൽ കയറി യാത്ര തുടർന്നു. ലിബർട്ടി പാലത്തിലൂടെയാണ് ബസ് പോകുന്നത്. ബുഡാപെസ്റ്റിലൂടെ ഒഴുകുന്ന ഡാന്യൂബ് നദിയുടെ ബുഡാപെസ്റ്റ് എന്നീ 2 കരകളെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന പാലമാണ് ലിബർട്ടി പാലം. 1894 മുതൽ 1896 വരെയുള്ള 2 വർഷങ്ങൾ കൊണ്ടാണ് ഹംഗറിയുടെ മില്ലേനിയം ആഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച ഈ പാലത്തിന്റെ നിർമ്മാണം നടന്നത്. രണ്ടാം ലോകമഹായുദ്ധത്തിൽ നാസിപ്പട ഈ പാലത്തിന് കാര്യമായ കേടുപാടുകൾ ഉണ്ടാക്കിയെങ്കിലും പിന്നീടത് പുതുക്കി പണിതു. ബസ്സുകളും കാറുകളും ട്രാമുകളും ഒക്കെ ഈ പാലത്തിലൂടെ കടന്നുപോകും. തെരുവിലൂടെ നടക്കുമ്പോൾ ഒരു ഭാഗത്തായി ഗില്ലറ്റ് മലയടിവാരത്ത് ഗുഹ പോലെ ഒരു ദേവാലയം കാണും. 1926 പൗളിൻ സന്യാസിമാർ നിർമ്മിച്ചതാണ് ഈ ഗുഹാ ദേവാലയം. ഇവിടെ ഒഴുകുന്ന ഒരു അരുവിയിലെ ജലവും ചെളിയും ചേർത്ത് ആ സന്യാസിമാർ നിരവധി രോഗങ്ങൾക്ക് പ്രതിവിധി നൽകിയിരുന്നതായി പറയപ്പെടുന്നു. വീണ്ടും ഞങ്ങൾ ട്രാമിൽ കയറി യാത്ര തുടർന്നു. ഡാന്യൂബ് നദിക്കരയിലൂടെയാണ് യാത്ര. ബൂഡാപെസ്റ്റ് നഗരത്തിന്റെ ബൂഡാപെസ്റ്റ് എന്നീ കരകളെ ബന്ധിപ്പിക്കുന്ന മറ്റൊരു പാലത്തിനരികിലെത്തി. മാർഗരറ്റ് ബ്രിഡ്ജ് എന്നാണ് ഈ പാലത്തിന്റെ പേര്. പെസ്റ്റ് എന്ന കരയിലെ മാർഗരറ്റ് ദ്വീപിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. 607 മീറ്ററാണ് മാർഗരറ്റ് ബ്രിഡ്ജിന്റെ നീളം. മാർഗരറ്റ് ദ്വീപിനെ ബന്ധിപ്പിക്കുന്ന പാലമായതിനാൽ മാർഗരറ്റ് ബ്രിഡ്ജ് എന്ന പേര് ലഭിച്ചു. സിംഹങ്ങളുടെ ശില്പങ്ങളും കാസ്റ്റ് അയൺ വിളക്കുകളും ഈ പാലത്തെ അലങ്കരിക്കുന്നു.
ഈ ദ്വീപിലെ ഡൊമിനിക്കൻ കന്യാസ്ത്രീ മഠത്തിൽ ജീവിച്ചിരുന്ന ഹംഗറിയുടെ വിശുദ്ധയായ മാർഗരറ്റിന്റെ പേരിലാണ് ഈ ദ്വീപും ഈ പാലവും. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജർമ്മൻ സേന ഈ പാലം തകർത്തു കളഞ്ഞു. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയ പാലമാണ് ഇപ്പോഴുള്ളത്. മാർഗരറ്റ് ബ്രിഡ്ജിലൂടെ അക്കരെ നടന്നെത്തി. ഇതാണ് പ്രസിദ്ധമായ കൊളംബോ ശില്പം. ഹംഗേറിയൻ TV സീരീസുകളിൽ ഡിക്റ്ററ്റീവായി കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഫാൽക് മിക്സയുടേതാണ് ഈ ശില്പം. തൻ്റെ വിശ്വസ്തനായ നായയും ഒപ്പമുണ്ട്. ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ. അവിടെ നിന്നും ബസിൽ കയറി മാർഗരറ്റ് ദ്വീപിലുള്ള ലൂമിന പാർക്കിലെത്തി. ഈ ബസ്സിലാണ് ആദ്യമായി ടിക്കറ്റ് പരിശോധന നടക്കുന്നത് കണ്ടത്. സ്വച്ഛന്തമായ വഴിയിലൂടെ നടന്നു. ഈ പാർക്കിൽ ദീപാലങ്കൃതമായ ധാരാളം പ്രദർശനങ്ങൾ കാണാം. ഇത്തരം പ്രദർശനങ്ങൾ ധാരാളം കണ്ടിട്ടുള്ളതിനാൽ അതിൽ വലിയ താല്പര്യം തോന്നിയില്ല. ഇവിടെ ഏറ്റവും പ്രിയപ്പെട്ടത് വിജനമായ ശാന്തമായ ഈ വഴിയിലൂടെ വെറുതെ നടക്കുക എന്നത് തന്നെയാണ്. കാറ്റിൻ്റെയും പക്ഷികളുടെയും ശബ്ദം മാത്രം കേൾക്കാം. ശബ്ദ പരിസര മലിനീകരണം ഉണ്ടാകാതിരിക്കാൻ ബാറ്ററി കൊണ്ട് പ്രവർത്തിക്കുന്ന ബസ്സുകളാണ് ഈ ഭാഗത്ത് സർവീസ് നടത്തുന്നത്. അത്തരം ഒരു ബസ്സിൽ കയറി വീണ്ടും ലിബർട്ടി ബ്രിഡ്ജ് മുറിച്ചു കിടക്കുന്നു. ഡാന്യൂബ് നദി ശാന്തമായി ഒഴുകുന്നു. ബസ് ഇപ്പോൾ പാർലമെന്റ് മന്ദിരത്തിന്റെ സമീപമെത്തി. ഇന്നലെ പാർലമെന്റ് മന്ദിരത്തിന്റെ സമീപത്ത് നിന്ന് ഡാന്യൂബ് നദിയിലേക്ക് നോക്കുമ്പോൾ നദിക്കരയിൽ കുറെ പാദരക്ഷകൾ കണ്ടിരുന്നു. അവിടേക്കാണ് ഇപ്പോൾ പോകുന്നത്. നദിക്കരയിലെ പ്ലാറ്റ്ഫോമിൽ ധാരാളം ഷൂസുകൾ കാണുന്നു. അതിൽ മെഴുകുതിരികൾ കത്തിച്ചു വച്ചിട്ടുണ്ട്. സഞ്ചാരികൾ പൂക്കൾ സമർപ്പിക്കുന്നുണ്ട്. ഏറ്റവും ഹൃദയഭേദകമായ ഓർമ്മകളാണ് ഇവിടെ ഉറങ്ങുന്നത്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഹംഗറിയുടെ തീവ്ര വലതുപക്ഷ ഫാസിസ്റ്റ് പാർട്ടിയായിരുന്ന കത്തോലിക്ക സഭാ വിശ്വാസികളായിരുന്ന ആരോ ക്രോസ് പാർട്ടിയും ജർമ്മൻ നാസികളും ചേർന്ന് ആയിരക്കണക്കിന് ജൂതന്മാരെയും റൊമാനികളെയും കൊന്നുതള്ളിയ ഒരിടമാണ് ഈ നദിക്കര. 60 ജോഡി ഷൂസുകൾ ഇവിടെ സ്മാരകമായി വച്ചിട്ടുണ്ട്. അതിൽ കൊച്ചു കുട്ടികളുടെയും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഷൂസുകൾ കാണാം. ഇരകളെ നദിക്കരയിൽ നിരത്തി നിർത്തിക്കൊണ്ട് അവരുടെ പാദരക്ഷകൾ ഊരിമാറ്റാൻ ഉത്തരവിടുന്നു. ശേഷം അവർക്ക് നേരെ നിറയൊഴിക്കുന്നു. വെടിയേറ്റ് നദിയിലേക്ക് വീഴുന്ന ശരീരങ്ങൾ ഒഴുക്കിൽ വനമേഖലയിലേക്ക് പോകും. അവരുടെ പാദരക്ഷകൾ ഈ നരാധമന്മാർ വീണ്ടും ഉപയോഗിക്കുകയോ വിൽക്കുകയോ ചെയ്യും. 5 or 6 വയസ്സുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പാദരക്ഷകൾ അവിടെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്ന വിങ്ങൽ വിവരിക്കാൻ കഴിയില്ല. അവിടെത്തുന്ന സഞ്ചാരികളായ ചില സ്ത്രീകളുടെ കണ്ണിലൂടെ കണ്ണുനീർ ഒഴുകുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഇന്ന് രാത്രിയിൽ ഡാന്യൂബ് നദിയിലൂടെ ഒരു ക്രൂയിസ് ഉണ്ട്. ബുഡാപെസ്റ്റ് പാസ് വാങ്ങുന്നവർക്ക് ആ ക്രൂയിസ് സൗജന്യമാണ്. ബോട്ട് പുറപ്പെടുന്ന ഭാഗത്തേക്ക് നടന്നു. എത്രയോ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഡാന്യൂബ് നദിയിലൂടെയുള്ള യാത്ര ഒരു നല്ല അനുഭവമാണ്. 2 ദിവസങ്ങളിലായി പകൽ വെളിച്ചത്തിൽ കണ്ട കാഴ്ചകളൊക്കെ ഇപ്പോൾ രാത്രിയിൽ കാണാം. അതുകൊണ്ട് അതിന് ഒരു വിവരണം ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. രാത്രിയാകുമ്പോൾ അതിശൈത്യമാണ്. നല്ല കാറ്റും വീശുന്നുണ്ട്. ബോട്ട് പുറപ്പെടാൻ തുടങ്ങിയതിന് പിന്നാലെ ഡെക്കിൽ ഉണ്ടായിരുന്ന ഭൂരിഭാഗം സഞ്ചാരികളും ബോട്ടിനുള്ളിലേക്ക് കയറി. അവിടെ ലൈവ് മ്യൂസിക് നടക്കുന്നു. ബാറും തുറന്നിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ കൈവശമുള്ള ജാക്കറ്റുകളും കമ്പിളിയും ഒക്കെ എടുത്ത് മൂടി പുതച്ച് ഡെക്കിൽ തന്നെ ഇരുന്നു.
ഇത്രയും ചരിത്രമുള്ള, അല്ല ദുരന്ത ചരിത്രമുള്ള ഈ ഭാഗത്തുകൂടി യാത്ര ചെയ്യുവാൻ കിട്ടുന്ന അവസരം പാഴാക്കാൻ പാടില്ല. മാത്രമല്ല, കുറച്ചെങ്കിലും ദൃശ്യങ്ങൾ പകർത്തുകയും വേണം. ക്രൂസ് ബോട്ട് സാവകാശം ഡാന്യൂബ് നദിയിലൂടെ പോകുമ്പോൾ അതിൻ്റെ ഡെക്കിൽ ഇരുന്നു കൊണ്ട് ഇന്നേക്ക് വെറും 80 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭാഗത്ത് നടന്ന അതിക്രൂരമായ കൂട്ടക്കൊലകൾ ഓർക്കുകയായിരുന്നു. ഞാനിപ്പോൾ പോകുന്ന നദിയിൽ ഈ ഭാഗത്താണ് നാസികളുടെ കൂട്ടുപിടിച്ച് കുറേ ഫാസിസ്റ്റുകൾ പിഞ്ച് കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടുന്ന നിരപരാധികളായ മനുഷ്യരുടെ നെഞ്ചിലേക്ക് വെടിയുതിർത്തത്. വെടികൊണ്ട് വീഴുന്ന അവർ പകുതി ജീവനോടെ തണുത്തുറങ്ങിയ വെള്ളത്തിൽ കൈകാലടിച്ച് ജീവന് വേണ്ടി അലറി വിളിച്ച് നദിയുടെ കുത്തൊഴുക്കിൽ എങ്ങോട്ടോ ഒലിച്ചുപോയ ദൃശ്യങ്ങളൊക്കെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം, അതിൽ ഒരാൾ ഞാനായിരുന്നെങ്കിൽ എന്ന അവസ്ഥ ഓർത്തു പോകുന്നു. എത്ര കിരാതന്മാരാണ് ഈ ലോകം ഒരു കാലത്ത് നിയന്ത്രിച്ചിരുന്നതെന്ന് ഓർക്കുക. പക്ഷേ ഒരാശ്വാസമുണ്ട്. വെറും 6 വർഷങ്ങൾ മാത്രമേ ആ കിരാത വാഴ്ച നിലനിന്നുള്ളൂ. സോവിയറ്റ് ആർമി ആരോ ക്രോസ് പാർട്ടിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുകയും ആ ഫാസിസ്റ്റുകളെ ഒന്നൊന്നായി പിടികൂടുകയും വിചാരണ നടത്തുകയും അവർക്ക് വധശിക്ഷ നൽകുകയും ചെയ്തു. കാടിനുള്ളിൽ ഓടി രക്ഷപ്പെട്ട് അവിടെ ഒരു ബങ്കറിൽ ഒളിച്ചിരുന്ന ഫാസിസ്റ്റ് നേതാക്കന്മാരിൽ പ്രധാനിയായ സെറൻസ് സലാസി അവിടെ നിന്നും വീണ്ടും ഓസ്ട്രിയയിലേക്കും പിന്നീട് ജർമ്മനിയിലേക്കും ഒളിച്ചോടി. ജർമ്മനിയിൽ ഉണ്ടായിരുന്ന അമേരിക്കൻ സേന സെലാസിയെ പിടികൂടി ഹംഗറിയിൽ എത്തിക്കുകയും ഹംഗേറിയൻ കോടതി അയാൾക്ക് വധശിക്ഷ നൽകുകയും ചെയ്തു. ഇവിടെ കൊല ചെയ്യപ്പെട്ടവർ ജൂതന്മാരും റൊമാനികളുമാണ്. ജൂതന്മാർ ആരാണെന്ന് നമുക്കറിയാം. റൊമാനികളെക്കുറിച്ച് ഞാൻ മുൻപ് ഒരു പോസ്റ്റിൽ പറഞ്ഞിരുന്നു. ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ പഞ്ചാബ്, രാജസ്ഥാൻ, സിന്ധ് പ്രവിശ്യകളിൽ നിന്ന് പലായനം ചെയ്ത് യൂറോപ്പിലും ലോകത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും എത്തിയ ജനങ്ങളാണ് റൊമാനി ജനത. അഫ്ഗാൻ ജനറൽ ആയിരുന്ന മഹമ്മൂദ് ഓഫ് ഗസാനിയുടെ അധിനിവേശത്തെ തുടർന്നാണ് ഈ ജനങ്ങൾ ഇപ്പോഴത്തെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ ഭാഗങ്ങളിലേക്ക് ആദ്യം പലായനം ചെയ്തത്. പിന്നീടവർ യൂറോപ്പിലേക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും സഞ്ചരിച്ചു. ഫാസിസ്റ്റുകളുടെ വെടിയേറ്റ് ഡാന്യൂബ് നദിയിലേക്ക് വീഴുന്ന കുട്ടികളുടെ, സ്ത്രീകളുടെ, പുരുഷന്മാരുടെ ചിത്രം ഒരു ചലച്ചിത്രം പോലെ മനസ്സിലൂടെ മിന്നിമായുന്നു. വേദനയോടെ ആ ചരിത്രത്തിന് സാക്ഷിയായ ഡാന്യൂബ് നദിയെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ നേരം ഇരുട്ടി തുടങ്ങി.